നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊലപാതകികളോ? അതെ, അവരെ കൊന്നു. നമ്മൾ ദൈവത്തെ പോലെ കരുതുന്ന നമ്മുടെ ഈശ്വരിയമ്മേ രാധേ. അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. നീ വെറുതെ അരുതാത്തത് പറയരുതേ. കേട്ട് കേൾവികൾ ഒരിക്കലും സത്യമാവില്ല. ഇത് കേട്ട അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് അങ്ങാടിയിൽ നിന്നുള്ള കേട്ടുകേൾവി അല്ല അമ്മേ. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നേരിട്ടുള്ള കേട്ടുകേൾവിയാ. അത് പറഞ്ഞത് ആ മേഘനാഥനും അയാളുടെ അമ്മയും തന്നെയാ. രാധ ഇവിടുന്ന് പോകരുത്. പോയാൽ അവള് മനസ്സിലാക്കും ഈശ്വരിയമ്മയെ ഞാൻ കൊല ചെയ്തു എന്ന്. എന്റെ ത്രപ്പങ്ങോട്ട് ദേവി ദേവന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? പരമമായ സത്യം, അവരുടെ രണ്ടാളുടെ ഉദ്ദേശം പ്രതികാരമാണ്. നേരിട്ടുള്ള യുദ്ധം അല്ല, പിന്നിൽ നിന്നുള്ള ചതിപ്രയോഗം. അതുകൊണ്ടാ അമ്മയ്ക്കിപ്പോ വിഷം തന്ന് കൊല്ലാൻ നോക്കുന്നതും. അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനിപ്പോ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ കഴിഞ്ഞ ഇനി നിങ്ങളുടെ ഊഴവാ. അവർക്ക് വേണ്ടത് എന്റെ കുഞ്ഞിനെ മാത്രമാ. ഞാൻ അവനെ അവർക്ക് കൊടുക്കില്ല. നിങ്ങളെയും സൗഭാഗ്യം ദർശനയും വിളിക്കാൻ നമുക്ക് ഉടൻ തന്നെ ഇവിടുന്ന് പോണം. ഉടൻ പോ. പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം. അതെ, നിന്റെ ഈ ആനന്ദവും പരമാനന്ദവും ഒക്കെ മതി. സമയം കുറച്ചായല്ലോ. സുഭദ്രയുടെ കാര്യം എന്തായി എന്ന് പോയി നോക്കട്ടെ. അവിടെ എല്ലാം അവസാനിച്ച് കാണുമെന്ന്. അമ്മയുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പല്ലേ അവളുടെ അവസാന ഉറക്കം. അമ്മ തന്നെ പോയി ആദ്യം കണ്ടിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ ആലോചിക്കട്ടെ ഭാവി പരിപാടി എന്ത് വേണോന്ന്. ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഭദ്രയുടെ ആ കാഴ്ച എനിക്ക് തന്നെ ആദ്യം കാണണം. എന്നിട്ട് വേണം അവളുടെ കഴുത്തിൽ നിന്നും നീ കെട്ടിയ താലിമാല എനിക്ക് പൊട്ടിച്ചെടുക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.